ഒഡീഷയുടെ മണ്ണിലൂടെ നമ്മളുടെ ലിജു അച്ഛൻ്റെ കൂടെ ഒരു യാത്രക്കിറങ്ങിയതാണ് ഇന്ന് അതിരാവിലെ തന്നെ ഞാൻ. നിങ്ങൾ വിചാരിക്കും അപ്പം ഒരു മഴക്കാലത്ത് ഈ ഒരു ഒഡീഷയെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ. അങ്ങനല്ല, ഞാൻ വന്നതിന് ശേഷം തുടങ്ങിയ മഴയാണ്. പക്ഷേ ഇതുവരെ നിന്നിട്ടില്ല. വെസ്റ്റ് ബംഗാളിൻ്റെ മലയോര മേഖലയായ കർസിയോങ്ങിൽ നിന്നും നമ്മളുടെ ബൈക്കും എടുത്ത് തിരിച്ച് കേരളത്തിലേക്കുള്ള മടക്കയാത്രയിലാണ് ഞാൻ. 3 വർഷം മുമ്പ് അതുപോലൊരു ബൈക്ക് യാത്രയിൽ ഒഡീഷയിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് ലിജു അച്ഛനെ ഞാൻ. അന്ന് നമ്മൾ റായ്പൊങ്ക എന്ന ഭാഗത്തെ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒഡീഷയുടെ നിരവധി ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര നടത്തിയിട്ടുണ്ട്. ഇത്തവണ ലിജു അച്ഛനുള്ളത് ബാലസോർ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒഡീഷയുടെ ഒരു പട്ടണ ഏരിയയിലാണ്. ഇന്ന് നമ്മൾ ബൈക്കിനൊക്കെ ഒരു വിശ്രമം നൽകി ഇവിടുത്തെ ലോക്കൽ കാഴ്ചകളിലേക്ക് അച്ഛൻ്റെ കൂടെ കാറിലാണ് യാത്ര പോകുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, എത്രയും പെട്ടെന്ന് തിരിച്ച് നാട്ടിലെത്തി നമ്മളുടെ അടുത്ത വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ തുടരാൻ വേണ്ടിയാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഓടുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ വീഡിയോകളൊക്കെ വരാൻ വൈകുന്നത് കേട്ടോ. നമ്മൾ ഈ വന്നു നിൽക്കുന്ന ഈ ഒരു കടൽ തീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ കാണുന്ന തിരകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇല്ലാതെയായി ഈ കടലിപ്പോൾ കരഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കടലിൻ്റെ ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരം നടന്നിട്ടുണ്ടാവല്ലോ. നമ്മൾ തീരത്ത് നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. കടലങ്ങനെ വലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചേട്ടനെ മീൻ പിടിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോഴാണ് നമുക്കൊരു ആവേശം മൂത്തത്. ഈ നല്ല വലിയ പെരുമീൻ. വേലിയിറക്ക സമയത്ത് കടൽ ഏകദേശം 5 കിലോമീറ്ററോളം ഉള്ളിലേക്ക് വലിഞ്ഞു പോവുകയും തിരിച്ച് കയറി വരികയും ചെയ്യുന്ന തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പ്രതിഭാസമുള്ള കടൽ തീരമാണ് ഇത്. ചന്ദിപ്പൂർ ബീച്ചിനോടൊക്കെ ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു മേഖലയുള്ളത്. ഏഷ്യയിൽ പ്രധാനമായിട്ടും 2 ഇടങ്ങളിലാണ് ഇതുപോലുള്ള പ്രതിഭാസമുള്ളത്. അതിലൊന്ന് നമ്മളുടെ ഇന്ത്യയിലാണുള്ളത്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പം ഇവിടുത്തെ വിശദമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകൾ മീൻ പിടിക്കുന്ന രീതിയാണ്. കടലിൽ ഇറങ്ങി പോകുമ്പം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു കടലിൻ്റെ കുറച്ച് അധികം ഉൾഭാഗത്ത് ഇങ്ങനെ ഈ നെറ്റിട്ട് വെച്ചിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് കടലിൽ കയറി തിരിച്ചിറങ്ങുന്ന സമയത്ത് ഈ ഉള്ളിലോട്ട് കയറുന്ന മീനുകൾ കണ്ടങ്ങൾ ഇതുപോലെ ഇവിടെ കുടുങ്ങിക്കിടക്കും കണ്ടോ. അതിന് വന്നിട്ട് ഈ കടലിറങ്ങുന്ന സമയത്ത് എല്ലാ ദിവസവും ഇവർ വന്ന് എടുത്തിട്ട് പോകും കേട്ടോ. നൈസ്. ഇവിടെ ഉണ്ടല്ലോ നങ്ക് മത്സ്യം, നങ്ക് കൂടുതലായിട്ടുണ്ട്. പിന്നെ ഇവർ കിട്ടുന്ന മീനിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മോന എന്ന് പറയുന്നൊരു മീനാണ് കേട്ടോ ഏറ്റവും അധികം കൂടുതലുള്ളത് ഇവിടെ കിട്ടുന്നത്. ഇതുണ്ട്, അതെല്ലാം നങ്കാണ് ഇതാ കിടക്കുന്നത്. 11 ലക്ഷമാണ്. ഓ, ഇതുണ്ടല്ലോ ഇവിടുത്തെ ഇവിടെ നിന്ന് ഇതുണ്ടല്ലോ ഇതിന്റെ എന്ത് ഗ്രാം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരുതരം ഞണ്ടാണ് കേട്ടോ ഇത്. ഈ ഞണ്ട് അതാ മുള്ളെടുത്ത് ചേട്ടൻ തലയിൽ വെച്ചിട്ടുണ്ട്. ബ്ലഡിന് 1 ലിറ്ററിന് 11 ലക്ഷം. 1 ലിറ്ററിനാ? എന്റെ പൊന്നെ, അത്രയും വിലയുണ്ട് കേട്ടോ ഈ ഒരു ഞണ്ടിന്. ആണോ? എന്റെ പൊന്നെ, ഇതിനൊക്കെ ഒരു ഞണ്ട്. പക്ഷെ ഇറുക്കല്ലാത്ത ഞണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആണോ? ഓ നൈസ്. നോക്കി എൻ്റെ ഉൾഭാഗം എങ്ങനെയാ. ഇതിപ്പോൾ ഒരെണ്ണത്തിൻ്റെ അതൊന്ന് എത്ര ലിറ്റർ കിട്ടും? നമുക്ക് കൊണ്ടുപോയി വിറ്റാലോ? 1 ലക്ഷം രൂപ കിട്ടുമോ? 2-3 കിട്ടത്തില്ല. ഒന്ന് പിടിച്ച് നോക്കട്ടെ. മെഡിക്കൽ ब्लड आप लोग बेचता है क्या? नहीं, आप लोग बेचता है? हाँ, ഇവർ ഇതിന് കിട്ടിയിട്ടുണ്ട് കളയും കേട്ടോ. ഓ, അതുകൊണ്ടാണ് ये क्यों रखा उधर? इसका ये टेल ये वाला आपका? हाँ, इधर എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അച്ഛനോ ഡി അറിയാന്ന് പറഞ്ഞിട്ട് ചോദിച്ചത്. എന്തായാലും ഈ സാധനമാണ് ആ സാധനം. ഞണ്ട് വിഭാഗത്തിൽപ്പെട്ടൊരു ഞണ്ടാണ്. എന്താ ഇതിന്റെ പേരെന്താ? ഹോഷു ക്രാബ്. ആ ശരിയാണ്. ഇനി നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട് കറി വെക്കാണെന്ന് അറിയത്തില്ലല്ലോ. ഇതിങ്ങനെ പൊളിച്ചതിന്റെ ഉള്ളിലുള്ള സാധനം അത്രയാണ് കറി വെക്കണേ. ഓ, ഇതിങ്ങനെ കുത്തും കേട്ടോ. വെറുതെ ഇല്ല പുള്ളിക്കാരൻ എൻ്റെ കൊമ്പ് മുറിച്ച് കളഞ്ഞത്. നൈസ്. ഞങ്ങളുണ്ടല്ലോ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ. ഫ്രഷ് ഞണ്ട് ഇതിലും ഫ്രഷ് ഞണ്ടും പറ്റും. ഫ്രഷ് മീൻ ഇതിലും ഫ്രഷായിട്ട് കിട്ടുന്ന സ്ഥലമില്ല. അപ്പോൾ ചേട്ടനോട് ഡയറക്റ്റ് കച്ചവടം ഉറപ്പിച്ചത്. ചേട്ടൻ്റെ കയ്യിൽ ഇത്രയും മീനുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം മീനുകളിൽ 1 കിലോ മീൻ നമുക്ക് തരാൻ പറഞ്ഞു. അതായത് 1 കിലോ മീൻ 200 രൂപ. അപ്പോൾ കടലിൽ നിന്ന് തന്നെ ഇതുണ്ടെങ്കിൽ ഒരു കവർ, പ്ലാസ്റ്റിക് കവർ, ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് കിടന്നതാണ്. ആ കവർ കിട്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം ഒരു കണക്ക് പ്രകാരം പുള്ളിക്കാരൻ നമുക്ക് മീൻ തരും കേട്ടോ.
പുള്ളിക്ക് നമ്മൾ കടലിൽ നിന്ന് തന്നെ ഇന്ന് പിടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു കച്ചവടം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നൈസല്ലേ? കടലിൻ്റെ നടുവിൽ നിന്നും ഇതുപോലെ മീൻ കച്ചവടമാക്കി വാങ്ങുന്ന വേറൊരു സ്ഥലം ഇന്ത്യയിലുണ്ടാവില്ല കേട്ടോ. പിന്നെ ഇത് എല്ലാം ഒരു മനക്കണക്കാണല്ലേ? ഉണ്ടല്ലേ? പിടിക്കുന്ന അപ്പം അറിയാം സെറ്റ്. തുഴഞ്ഞ് നടക്കച്ചോ. എന്നാൽ ഈ ചെളി കൂടി നടക്കലാണ് കേട്ടോ ഏറ്റവും ബുദ്ധിമുട്ട്. നല്ലോണം മടുക്കുന്നുണ്ട് നമ്മൾ. കടൽപ്പാമ്പാണോ? ദൈവമേ കടി കിട്ടുമോ? കടലിൽ അനാക്കൊണ്ടില്ല എന്നുള്ളത് ഭാഗ്യം തന്നെ. ഉപ്പുവെള്ളത്തിൽ അനാക്കൊണ്ടയോ? ഒന്ന് പോയാ അച്ഛോ. അച്ഛനാണ് നടന്ന് അവിടെ എത്തി, ഞാനാണ് ഇവിടെ നിൽക്കുവാണ്. പെട്ടെന്നൊരു സുനാമി വന്നാൽ ഞാനെന്ത് ചെയ്യും? കടൽ തീരത്തോട് ചേർന്ന് തന്നെ ഒരുപാട് കാറ്റാടി മരങ്ങളൊക്കെയുള്ള ഒരു ബീച്ച് ഏരിയയാണിത്. ശാന്തസുന്ദരമായിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. എന്നാൽ ഇതൊരു വലിയ ടൂറിസം പ്ലേസ് ഒന്നുമല്ല. നമ്മൾ ഈ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ കൃഷിയിടങ്ങളിലൂടെയൊക്കെ കുറച്ച് ദൂരം ചെന്നാൽ മാത്രമേ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മളങ്ങനെ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതലുണ്ടല്ലോ ഇവിടെ അങ്ങോട്ടേക്ക് പൂജയുടെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ടൗൺ എല്ലാം നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്യും. അതുകൂടാതെ ഉണ്ടല്ലോ ഇന്നത്തെ ദിവസത്തിന് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ട്രഡീഷണൽ രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ദാണ്ടിയ നൈറ്റ് എന്നാണ് പറയുക. ഈ ഒരു ദാണ്ടിയ ആ ഒരു നൃത്തമില്ല, ആ ഒരു നൃത്തം എല്ലാവരും കളിക്കുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളും കുട്ടികളൊക്കെയാണ് കളിക്കുക. അങ്ങനെ ഒരു ദിവസമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഡ്രസ്സൊക്കെ ധരിക്കണം. ഞാൻ നേരപ്പോൾ ലിജോസിൻ്റെ കയ്യിൽ നിന്നൊരു കുർത്തയൊക്കെ ഒപ്പിച്ച് അതൊക്കെ ധരിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടും അങ്ങോട്ട് പോയത്. ഇത് ലിജോസിൻ്റെ പരിചയത്തിലുള്ളൊരു ഡാൻസ് ക്ലാസ് കൂടിയാണ് കേട്ടോ. അവിടെ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഒരു ആഘോഷം കൂടിയാണ് ഇന്നത്തെ ദിവസം ഇവിടെ നടക്കുന്നത്. ഈ ഡാൻസ് സ്കൂൾ നടത്തുന്നത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ടീച്ചറാണ് കേട്ടോ. ഈ കാണുന്ന ടീച്ചറെ. പുള്ളിക്കാരി ഇവിടുത്തെ ഈ ഒരു റിയാലിറ്റി ഷോകളൊക്കെ അങ്ങനെയുള്ള ഷോകളിലൊക്കെ പങ്കെടുക്കുന്നതും പിന്നെ സിനിമ ഇവിടെ ഫിലിം ഫീൽഡൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള മേഖലയിലുള്ള ആളുകളുമായിട്ടൊക്കെ ബന്ധമൊക്കെ ഉള്ള ഒരാളാണ്. എന്തായാലും കളർഫുള്ളായിരുന്നു ഇന്നത്തെ ഈ ഒരു നൈറ്റ് ഇവിടെ എന്ന് പറയുന്നത്. അപ്പോൾ ഡാൻസിനൊക്കെ ശേഷം ഞങ്ങൾക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ കൂടി, ഒഡീഷ്യൻ സ്റ്റൈൽ സദ്യ കൂടി അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞാണ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോഴത്തേക്കും മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഇന്നലെ പെയ്ത മഴ ഇപ്പോഴും ചെറിയ രീതിയിൽ തൂളിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം. ഇവിടെയൊക്കെ രാവിലെ 7 മണിക്ക് തന്നെ സ്കൂളിൽ ക്ലാസ് തുടങ്ങും കേട്ടോ. അപ്പോൾ അതിൻ്റെ ബഹളമൊക്കെയാണ് കാണുന്നത്. സ്കൂളെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇവിടെ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ, നമ്മളുടെ മലയാളികളായിട്ടുള്ള സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂള്. ഞാൻ വന്ന അന്നത്തെ ദിവസം ഞങ്ങളിവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പുതിയ ബോർഡൊക്കെ വെക്കുമായിരുന്നു കേട്ടോ ആ ഒരു സമയത്തുണ്ടായിരുന്നത്. എന്തായാലും നമ്മളിപ്പോൾ താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാലോസർ എന്ന് പറയുന്ന അതിൻ്റെ മെയിൻ ടൗണിനോട് ചേർന്ന് തന്നെയുള്ളൊരു ഭാഗമാണ്. അതായത് ഹൈവേനോടൊക്കെ ചേർന്നിട്ട് ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ഇവിടെ ഉണ്ടല്ലോ നമ്മളുടെ ഈ ഒരു പഴയ ദൂരദർശൻ്റെ ആ ഒരു വലിയ ടവറൊക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഉപയോഗിക്കുന്നൊന്നുമില്ല. അത് നമ്മളുടെ ഈ ഒരു പ്രതിരോധ വിഭാഗമില്ലേ, TRDOയ്ക്ക് വലിയൊരു സെൻറ്റർ ഇവിടെയുണ്ട്. അന്നേരം ഇപ്പം അവിടെയുള്ള എന്തോ ആവശ്യത്തിനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ പിന്നെ ഇന്നും നമ്മളുടെ മീനുക്കുട്ടിക്ക് വിശ്രമമാണ്. കാറിലാണ് ഇന്നത്തെ ദിവസം നമ്മളിവിടുത്തെ ലോക്കൽ കാഴ്ചകളിലേക്ക് പോകുന്നത്. നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടുത്തെ സ്കൂള് ഇന്നും വിട്ടിട്ടുണ്ട്. നേരെ നാഷണൽ ഹൈവേ 16 വന്നിറങ്ങി ഇനിയാണ് മുമ്പോട്ടേക്ക് പോയിട്ട് ഉള്ള ഏരിയയിലേക്ക് നമ്മൾ തിരിഞ്ഞു പോവുക. ഈ NHൻ്റെ പണി നടക്കുകയാണ്. വരുമ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നു പല സ്ഥലങ്ങളിലും ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ബ്ലോക്ക് ഉണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും. മെയിൻ ഹൈവേന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി. ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു പ്രത്യേകിച്ച് ഈ ബാലസോർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ മൈൻഡിൽ ഓർമ്മ വരുന്ന ഒരു വലിയ ദുരന്തം നടന്നൊരു മേഖല ഇവിടെയുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് അവിടം വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. കാരണം വാർത്തകളിലൊക്കെ അന്ന് ഭയങ്കര ഇതായിട്ട് നിന്ന ഒരു ദുരന്തമായിരുന്നു അത്. ബഹാനഹ എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഈ കണ്ട റെയിൽവേ ലൈൻ ഇത് കണ്ടോ നിങ്ങൾ, ശരിക്കും ഇതിലൂടെ അതായത് 2023 സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു ചരക്ക് ട്രെയിനും അതുപോലെ തന്നെ ഒരു പാസഞ്ചർ ട്രെയിനും തമ്മിൽ ഇതുണ്ടെങ്കിൽ ഈ ഒരു പാളം ഒരു ഭാഗത്തായിട്ട് കൂട്ടിയിടിക്കുകയുണ്ടായി. ഇതുണ്ടെങ്കിൽ 296 ആൾക്കാരാണ്
അന്ന് ഇവിടെ മരിച്ചത് ആ ഒരു ട്രെയിനിലുണ്ടായിരുന്നവരിൽ. ഇന്ത്യ കണ്ടതിൽ വെച്ച്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ദാരുണമായ റെയിൽ ദുരന്തങ്ങളിലൊന്നും നടന്ന മണ്ണാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽ നെറ്റ്വർക്കുകളിലൊന്നും ഏറ്റവും അധികം ആളുകൾ സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള നമ്മുടെ വിശാലമായ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു കറുത്ത ദിനമായിരുന്നു അന്ന്. ബഹാനഗ ബസാർ എന്ന ഈ ഒരു കൊച്ചു റെയിൽവേ സ്റ്റേഷൻ ഒരു ദുരന്ത ഭൂമിയായി മാറിയത് ഇങ്ങനെയാണ്. അന്നേ ദിവസം വൈകുന്നേരം നമ്മളുടെ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ഈ ട്രെയിനുകൾക്ക് പോകാനുള്ള ആ ഒരു സിഗ്നലുകൾ ഒരുക്കുന്ന ഒരു തിരക്കിലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നത് ടോട്ടലി 4 ട്രാക്കുകളായിരുന്നു. 2 മെയിൻ ട്രാക്കുകൾ സെൻട്രൽ കൂടിയും അതുകൂടാതെ ഇരുവശങ്ങളിലായിട്ട് ലൂപ്പ് ട്രാക്ക് എന്നറിയപ്പെടുന്ന 2 മറ്റ് ട്രാക്കുകളുമാണ് ഉണ്ടായിരുന്നത്. ഈ ലൂപ്പ് ട്രാക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വേഗത കുറഞ്ഞ ചരക്ക് ട്രെയിനുകളെയും പാസഞ്ചർ ട്രെയിനുകളെയൊക്കെ മറ്റ് മെയിൻ ട്രെയിനുകൾ പോകാൻ വേണ്ടിയിട്ട് പിടിച്ചിടാനും സൈഡിൽ പാർക്ക് ചെയ്തിടാനും വേണ്ടിയൊക്കെയാണ്. അന്നത്തെ ദിവസവും അതുപോലെ തന്നെ ഹൗറ എക്സ്പ്രസ്സിനും കോറമണ്ടൽ എക്സ്പ്രസ്സിനും കടന്നു പോകുവാനായിട്ട് ഇരു ഭാഗങ്ങളിലും ചരക്ക് ട്രെയിനുകളെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ട്രെയിനുകളെ ലൂപ്പ് ട്രാക്കിലേക്ക് കയറ്റാൻ സഹായിക്കുന്നത് ഈ ഒരു റെയിൽവേ ട്രാക്കിൽ തന്നെയുള്ള ഇതുപോലൊരു സംവിധാനമാണ്. സ്റ്റേഷൻ മാസ്റ്റർ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഈ ഒരു സംവിധാനം മൂവ് ചെയ്യുകയും അത് മെയിൻ ട്രാക്കിലേക്കാണോ അതോ ലൂപ്പ് ട്രാക്കിലേക്കാണോ വരുന്ന ട്രെയിൻ പോകേണ്ടത് എന്നത് തീരുമാനിക്കുകയും അതിനനുസരിച്ച് വരുന്ന ട്രെയിനുകൾ അതിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. അന്നത്തെ ദിവസവും അതുപോലെ തന്നെ ഹൗറ എക്സ്പ്രസ്സും കോറമണ്ടൽ എക്സ്പ്രസ്സും വരുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ സ്റ്റേഷൻ മാസ്റ്റർ കൊടുത്ത ആ ഒരു നിർദ്ദേശപ്രകാരം ആ ഒരു സിഗ്നൽ സംവിധാനങ്ങൾ ആ രീതിയിലാവുകയും ചരക്ക് ട്രെയിനുകൾ ലൂപ്പ് ട്രാക്കിലേക്ക് വരികയും ചെയ്തു. പക്ഷേ സ്റ്റേഷൻ മാസ്റ്റർ കൊടുത്ത നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മൂവായിട്ടുള്ള ആ ഒരു ജംഗ്ഷൻ പാർട്ട് വീണ്ടും ട്രെയിൻ വന്നു പാർക്കായതിനു ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് മാറേണ്ടതായിരുന്നു. എങ്കിൽ മാത്രമേ പുറകെ വരുന്ന കോറമണ്ടൽ എക്സ്പ്രസ്സിന് ആ ഒരു ലൂപ്പ് ട്രാക്കിലേക്ക് കയറാതെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മുൻപോട്ടേക്ക് തന്നെ പോകാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു ഭാഗം പൂർവ്വസ്ഥിതിയിലായിരുന്നില്ല. ആകാതെ തന്നെ സിഗ്നലുകൾ തെളിഞ്ഞു. രാത്രി കൃത്യം 6:55 തന്നെ കൊൽക്കത്ത സൈഡിലേക്ക് പോകുന്ന ഹൗറ എക്സ്പ്രസ് ബഹാനഗ സ്റ്റേഷനെ പാസ് ചെയ്തു തുടങ്ങി. അതേസമയം ട്രാക്കിലെ പ്രശ്നമറിയാതെ കോറമണ്ടൽ എക്സ്പ്രസ്സും അതേ സ്റ്റേഷനിലേക്ക് വന്നു ചേർന്നു. 120 കിലോമീറ്ററിലും അധികം സ്പീഡായിരുന്നു ആ ഒരു സമയത്ത് ആ ട്രെയിൻ ഉണ്ടായിരുന്നത്. ലൂപ്പ് ട്രാക്കിലേക്ക് ഓപ്പണായി കിടന്ന ആ ഒരു ജംഗ്ഷൻ ഭാഗം ആ ട്രെയിനെ ഒന്നാകെ ആ ലൂപ്പ് ട്രാക്കിലേക്ക് വലിച്ചടിപ്പിച്ചു. അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ചരക്ക് ട്രെയിനിന് മുകളിലേക്ക് എഞ്ചിൻ ഭാഗങ്ങൾ കുതിച്ചു കയറി. അതിനു പുറകെ ബാക്കിയുള്ള ബോഗികളും പാളം തെറ്റി. അത് ഓപ്പോസിറ്റ് പോയിരുന്ന ഹൗറ എക്സ്പ്രസ്സിലേക്കും കൂട്ടിയിടിച്ചു. എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയും മുമ്പ് 100 കണക്കിന് ആളുകളുടെ ജീവിതം ഈ മണ്ണ് വിട്ടു പോയിരുന്നു. ആ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇതാ അങ്ങ് ഉള്ളിൽ ആ ഒരു ഭാഗത്തായിട്ടാണ് ബഹാനഗ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ദുരന്തത്തിന് 2 വർഷങ്ങൾക്ക് ശേഷം ദാ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റേഷൻ്റെ കാഴ്ചയുള്ളത്. ആ ഭാഗത്തു നിന്നുമാണ് ഹൗറ എക്സ്പ്രസ് ദാ ഈ ഒരു സ്റ്റേഷനിലേക്ക് വന്നു ചേർന്നത്. ഈ മെയിൻ ട്രാക്കിലൂടെയാണ് അത് കടന്നു പോയത്. ഈ ഒരു റെഡ് ഭാഗം അവിടെയായിരുന്നു ഒരു ചരക്ക് ട്രെയിൻ കടന്നിരുന്നത്. മറുവശത്ത് ആ ഭാഗത്ത് കാണുന്നതാണ് നമ്മളുടെ അപകടം നടന്ന മേഖല എന്ന് പറയുന്നത്. അതുവഴിയാണ് കോറമണ്ടൽ എക്സ്പ്രസ് കടന്നു പോയത്. അപ്പുറമുണ്ടായിരുന്ന ആ ഒരു ലൂപ്പ് ട്രാക്കിലാണ് നമ്മളുടെ ചരക്ക് ട്രെയിൻ കടന്നിരുന്നത്. അതിന് മുകളിലേക്കാണ് കേട്ടോ നമ്മളുടെ കോറമണ്ടൽ എക്സ്പ്രസ് ഇടിച്ച് കയറി പ്രശ്നമായത്. അതിനുശേഷം ഉണ്ടല്ലോ ഇപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ലൈനും കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ്. 2023 നടന്നു, 2025 കഴിയാറായി. എന്നിട്ടും ഇപ്പോഴും ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ എക്സാക്റ്റ് ഉണ്ടല്ലോ നമ്മൾ കറങ്ങിയിട്ട് ഇതാ ആ കാണുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് തന്നെ വന്നേ. എൻ്റെ പൊന്നി, ഇതാ ഇവിടെയാണ് ആ ഒരു ട്രെയിൻ കടന്നിട്ടുണ്ടായിരുന്നത്. ബഹാനഗ ബസാർ അതുകൊണ്ടെങ്കിൽ അവിടെയുള്ള ഒരു അമ്പലം കണ്ടില്ല നിങ്ങൾ? ആ ഒരു അമ്പലത്തിൻ്റെ അങ്ങോട്ടാണ് ബോഗി, 2-3 ബോഗി അങ്ങോട്ടേക്കാണ് ചെരിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത്. എന്ത് സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് ആ ഒരു റെയിൽവേ ട്രാക്ക് ആ ഒരു രീതിയിൽ അടയാതെ ആയത് എന്നുള്ളത് കാര്യത്തിൽ ഇതുവരെയും ഒരു ക്ലാരിറ്റി ഒന്നും വന്നിട്ടില്ല കേട്ടോ. ആ ദുരന്തം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റേഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും തന്നെ മാറ്റി പുതിയത് തന്നെയാണ് കേട്ടോ ഇപ്പം പണിതുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ പുതിയ ലൈനും ഇതാ ഇവിടെ ഇടുന്നുണ്ട്. ഇതേ സ്പീഡിൽ തന്നെയായിരുന്നു ഈ കാണുന്ന 2 ട്രാക്കിലൂടെയും അന്നത്തെ ദിവസവും ട്രെയിനുകൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഭീകരാന്തരീക്ഷം എത്രമാത്രമുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. എല്ലാ ദുരന്തങ്ങളും നമ്മളെ ഓരോ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും ഉണ്ടല്ലോ അന്ന് ശരിക്കും ഒരു ശവപ്പറമ്പ് പോലെ ഉണ്ടായിരുന്ന ഈ ഒരു സ്റ്റേഷൻ്റെ ഇതിൻ്റെ ചുറ്റുവട്ടത്തെ ആ ഒരു ഭീകരത ആ ഒരു ഫീല് ഇപ്പോഴും ഇവിടെയൊക്കെ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ദുരന്തം നടന്ന സ്ഥലങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അവിടുത്തെ ഒരു വല്ലാത്തൊരു വീർപ്പ് മുട്ടിക്കുന്നൊരു
അനുഭവമായിരിക്കും അവിടെ പിന്നീട് നമ്മൾ വരുമ്പോൾ നമുക്കുണ്ടാവുക. അന്ന് ആ ദുരന്തത്തിന് മൂകസാക്ഷിയായി ഉണ്ടായിരുന്ന ആ ഒരു അമ്പലവും അവിടുത്തെ ദൈവവും ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെയും ട്രാക്കിൻ്റെയൊക്കെ പണി തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ട്രെയിനെ വഴിതിരിച്ച് വിട്ട ആ ഒരു ജംഗ്ഷൻ ഭാഗവും പോകുന്ന പോക്കിൽ നമുക്ക് കാണാം. ഇതൊക്കെ പുതിയതാണ് കേട്ടോ, പഴയതൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇതാ ഉള്ള ഏരിയയിലേക്ക് കടന്നു. ഗ്രാമവഴികളിലൂടെ പഞ്ചലിംഗേശ്വര ടെമ്പിൾ ലക്ഷ്യമാക്കിയിട്ട് കേട്ടോ. പഞ്ചലിംഗേശ്വര ടെമ്പിൾ ഇവിടുത്തെ ഒരു കാടിൻ്റെ ഭാഗത്തുള്ള ഇവിടെ ലോക്കലായിട്ടുള്ള ആളുകൾ പോകുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ഈ പോകുന്ന വഴിയിൽ പൂജയുടെ ആ ഒരു തകൃതിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് കാണാം. പന്തലുകളുടെയൊക്കെ അങ്ങ് ദൂരെയായിട്ട് മഞ്ഞ് വീഴുന്ന മലനിരകളൊക്കെ നമുക്ക് കാണാം. നമ്മളുടെ കേരളത്തിൽ പശ്ചിമഘട്ടം തലയോർത്തി നിൽക്കുന്ന പോലെ. അതുകൂടാതെ നെൽപ്പാടങ്ങളും ഒക്കെ ഈ ഒരു ഒഡീഷയ്ക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നുണ്ട്. ഫൈനലി ഇതാ നമ്മൾ ആ ഒരു വെൽക്കം ടു പഞ്ചലിംഗേശ്വർ എന്ന് പറയുന്ന അതിൻ്റെ ഒരു കവാട ഭാഗത്തേക്ക് എത്തി. ശരിക്കും നമ്മൾ ആ ദൂരെ നിന്ന് കണ്ട മലനിരകളില്ലേ, ആ മലനിരയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ടെമ്പിളും ഉള്ളത്. ഇന്ത്യ ഒളിച്ചു വെച്ച മണ്ണ് എന്നാണ് കേട്ടോ ഈ ഒരു ഒഡീഷ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒളിച്ചു വെച്ച ഒരുപാട് ടൂറിസം സ്പോട്ടുകൾ, നല്ല ഭംഗിയുള്ള പ്രദേശങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. നേരെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് വന്നത്. അത്യാവശ്യം വണ്ടികളും ബസ്സുകളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അതുകൂടാതെ ചെറിയ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഈ പോകുന്ന വഴിയിൽ നമുക്ക് കാണാം കേട്ടോ. ഒരുപാട് ലോക്കലായിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്നെത്തിച്ചേരുന്നത്. ഒരു ഭാഗത്തെ ഷോപ്പിൽ എന്തൊക്കെയോ കുക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് വരുമ്പോഴേ പ്രതീക്ഷിച്ചത് വലിയ ആളുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസമൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. മഴയൊന്നും ആരെയും മാറ്റി ചിന്തിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെയൊക്കെയുള്ള മലകളുടെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതുണ്ടെങ്കിൽ ഇതുപോലെ പാറ, പ്രത്യേകിച്ച് ഒറ്റക്കൽ പാറകൾ വലിയ രീതിയിൽ മലയുടെ രൂപത്തിൽ ഫോം ചെയ്തേക്കുന്നതാണ്. അതാ ഒരു ഒറ്റക്കല്ലുള്ള പാറ, പിന്നെ പകുതി അതിൻ്റെ പുറംഭാഗമൊക്കെ പൊട്ടി അടർന്നേക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങ് ദൂരെ അതും അതുപോലെ തന്നെയുള്ള ഒറ്റക്കൽ പാറകളാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ ഒരു ടൂറിസം പ്ലേസുകളൊക്കെ വൃത്തികേടാക്കുന്ന നീലട്ടാർപ്പ വലിച്ചു കെട്ടിയ കടകളില്ലേ, അതുപോലുള്ള കടകൾ ഇവിടെയുണ്ട്. എന്നാലും അവിടെ ഈ ഒരു കരകൗശല വസ്തുക്കൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വിൽക്കുന്നത്. എന്തായാലും ഒരു ടൂറിസം പ്ലേസിനെ സംബന്ധിച്ച് ഇതുപോലുള്ള സാധനങ്ങളും കുറേ ആളുകളുടെ ജീവന ഉപാധിയാണ്. ഞങ്ങളങ്ങനെ നടന്ന് ആ ഒരു അമ്പലത്തിൻ്റെ കവാടത്തിലേക്ക് എത്തി. അത്യാവശ്യം നല്ല രീതിയിലുള്ള ആളുകളുണ്ട്. പ്രധാനമായിട്ടുണ്ടല്ലോ യുവാക്കളായിട്ടുള്ള ആളുകളാണ് കൂടുതലുമുള്ളത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു മല കയറാനുണ്ട്. ഒരു ട്രെക്കിംഗ് പോലെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു യാത്രയിനെടുക്കാൻ കേട്ടോ. പോകുന്ന വഴിയിൽ കാട്ടിലെ കാട്ടരുവികളും അതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നല്ലൊരു റീഫ്രഷ്മെൻറ്റ് തരും. ശരിക്കും ഇവിടത്തെയും യൂത്ത് ഉണ്ടല്ലോ, നമ്മളുടെ ഈ ഒരു റീലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും അങ്ങനെ ഒക്കെ ആയിട്ടാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. അത് നമുക്ക് ഇവിടെ വരുമ്പോഴും കാണാൻ പറ്റും. നല്ല ഡ്രസ്സിങ് ഒക്കെ ധരിച്ച് അവർ ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു പഞ്ചലിംഗേശ്വര ടെമ്പിളിൻ്റെ ആ ഒരു ശരിക്കും ഒരു അമ്പലമല്ല കേട്ടോ അവിടെ ഉള്ളത്, ഒരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു ഇതാണ്. അതിന് താഴെ 5 ശിവലിംഗങ്ങൾ, അതാണ് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അതിന് മേളിൽ കഴിഞ്ഞ ദിവസം പെയ്ത ഒരു മഴയിൽ ശരിക്കും നല്ല രീതിയിൽ വെള്ളമൊക്കെ വന്നിട്ട് നമുക്കത് കാണാനൊന്നും പറ്റുന്നില്ല. ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അടിയിലാണ് അതുള്ളത്. എന്നാലും ഈ ഒരു കാട്ടിലൂടെയുള്ള ഒരു നടത്തവും പിന്നെ ഒരു കാടിൻ്റെ ഭംഗിയും പിന്നെ ഇവിടുത്തെ ആ ഒരു തണുപ്പും മരങ്ങളും മണ്ണും ഒക്കെയാണ് കേട്ടോ ഈ ഒരു യാത്രയ്ക്ക് വ്യത്യസ്തത നൽകുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടക്കുന്ന യാത്രകൾ, പ്രത്യേകിച്ച് കാടുകളിലൂടെ നടക്കുന്ന യാത്രകൾ എനിക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് പോക്കില്ലേ ചെറിയൊരു ആട്ടുംകൂട്ടം നമ്മളുടെ അങ്ങോട്ടേക്ക് വന്നേ, അതിൻ്റെയൊക്കെ കഴുത്തിൽ എന്തോ ഒരു സാധനം മണി കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് നമ്മളുടെ റൂമിലേക്ക് തന്നെ വന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ വന്നേക്കുന്നത് ലിജോ അച്ഛന് ഇവിടെ ഒരു ഫംഗ്ഷന് വന്നതാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷന് ഞാനും വന്നതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കന്യാസ്ത്രീ ആകാൻ വേണ്ടിയിട്ട് ആയതിനു ശേഷം ഒരു ഉടുപ്പിടിയിൽ, അങ്ങനെയാണ് ആ ഒരു ചടങ്ങിനെ പറയുന്നത്. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അത് കാണാനായിട്ട് വന്നതാണ്. ഈ ഒരു ഭാഗത്തുള്ള അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കുറേയധികം മലയാളി അച്ഛന്മാരും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെയുള്ള ആ കുട്ടികൾ ചില ഡാൻസ് പെർഫോമൻസുകളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് കൂടെ തന്നെ നീണ്ട 50 വർഷത്തെ ആ ഒരു സന്യാസ ജീവിതം പൂർത്തിയാക്കിയ മദറിൻ്റെ ആ ഒരു ആനിവേഴ്സറി ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു അനുഭവമായിരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാ തവണത്തെ യാത്രയിലുണ്ടല്ലോ ഞാൻ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ മാർക്കറ്റുകൾ നിങ്ങൾ കാണിച്ചു തരാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഒരു നാടിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അതവിടുത്തെ മാർക്കറ്റാണ് എന്നുള്ളത്. കാരണം ആളുകൾ കഴിക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റുന്നതും പലതരത്തിലുള്ള ആളുകളെ കാണാൻ പറ്റുന്നതും ഒക്കെ മാർക്കറ്റിലാണ്. ഇന്നുണ്ടല്ലോ നമ്മൾ അതുപോലെ ഇന്ന് ഒഡീഷയിലെ മാർക്കറ്റ് ഞാൻ നിങ്ങൾ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. ഇവിടെ സംതിങ് സ്പെഷ്യൽ മാർക്കറ്റുകളുണ്ട്. അപ്പം അങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് രാവിലെ തന്നെ ഞാൻ ലിജോ അച്ഛനെ അറിയാതെ അല്ലേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ലിജോ അച്ഛനെ അറിയാതെ ലിജോ അച്ഛനെ കൊണ്ട് മൈൻഡ് മാറ്റി
എന്തായാലും സ്പെഷ്യൽ കാഴ്ചകളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ പോയി നോക്കാമല്ലോ എന്താ മാർക്കറ്റിലുള്ളതെന്നുള്ളത്. നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ ഈ ബാലേശ്വറിലെ ഈ ഒരു മെയിൻ ഹൈവേ ആയിട്ട് കണക്ട് ചെയ്യുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പം വിശാഖപട്ടണം സൈഡാണെങ്കിലും അല്ലെങ്കിൽ കൊൽക്കത്ത സൈഡിലോട്ടൊക്കെ പോകണമെങ്കിലും ഈ ഒരു ജംഗ്ഷനിൽ വന്ന് ഇവിടുന്ന് വലതോ അല്ലെങ്കിൽ ഇടതോ എടുത്തതിന് ശേഷം വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് വലതാണ്. ഇവിടെ കണ്ട നല്ല പച്ച കളറിലൊരു ബിൽഡിംഗ് എല്ലാം ശരിക്കും അത് എന്താ പറയുക പെർമനൻ്റ് ആയിട്ടുള്ളതല്ല, ടെമ്പററി ആയിട്ട് ഇപ്പോൾ ഇവിടെ പൂജ നടക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച് വെച്ചേക്കുന്നതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേയിലുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മഴ കിട്ടും, പിന്നെ ഉണങ്ങിയ പ്രദേശം വരും, അങ്ങനെയാണ് കേട്ടോ. എന്തായാലും പോകുന്ന വഴിയിൽ ആനകളുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ബോർഡൊക്കെ കാണാം. നമ്മളങ്ങനെ മെയിൻ ഹൈവേയിൽ നിന്നും ഒരു ഡീവിയേഷൻ എടുത്തിട്ടാണ് ഇനിയിപ്പോൾ ആ ഒരു വില്ലേജിലേക്ക് പോകുന്നത്. ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ദൂരമാണ് കേട്ടോ. നമ്മളുടെ ഒരു ജാർഖണ്ഡ് സൈഡൊക്കെ ഇല്ല, ആ ഒരു ബോർഡറിലോട്ട് പോകുന്ന റൂട്ടാണിത്. ആഴ്ചയിലൊന്ന് മാത്രം സജീവമാകുന്ന ഒരു മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ മാർക്കറ്റാണ്. നമ്മൾ മാർക്കറ്റ് ഏരിയയിലോട്ട് കയറുകയാണ്. ഇവിടെ ഉണ്ടല്ലോ ഇതാ ആദ്യം തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് മഹുവ എന്ന് പറയുന്ന ഇതുണ്ടോ ഒരു ഈ കാട്ടിലുണ്ടാകുന്ന ഒരു മരമാണ്. ആ മരത്തിൻ്റെ പൂവാണിത്. ഇതുണ്ടെങ്കിൽ ഇതെല്ലാം അതിൻ്റെ പൂവാണ്. അത് ഉണക്കിയത്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഇവിടെയുള്ളവർ ഈ സാധനം വാറ്റിട്ട് മദ്യം ഉണ്ടാക്കും. മദ്യം മഹുവ ഓ തോട. अरे क्या कर रहा है आदमी हैं हम लोग. അച്ഛാ ഉണ്ടല്ലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും കൊണ്ട് ഈ മദ്യം ഉണ്ടാക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന പുള്ളിക്കാരനില്ലേ, പുള്ളിക്കാരെന്ന് പറയുന്നത് എന്നാൽ അതങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വന്ന് നിന്നതാണ് കേട്ടാ. ഓ എൻ്റെ ഇത് കണ്ടിട്ടാണ് പറയുന്നത്. പിന്നെ അവിടെ നിന്നും പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള പ്രധാനപ്പെട്ട അരികൾ മറ്റ് സാധനങ്ങൾ ശരിക്കും ഈ നമ്മൾ പണ്ട് നമ്മളുടെ സിനിമകളിലൊക്കെ കാണുന്ന ഈ ആഴ്ചച്ചന്തകളില്ലേ അതുപോലുള്ള ആഴ്ചച്ചന്തയാണ് കേട്ടോ ഇവിടെയുള്ളത്. ഇതുണ്ട്. പിന്നെ ഇവിടെയുള്ള അരികളിൽ നമ്മളുടെ പോലത്തെ തന്നെ ഈ ഒരു ബോൾഡ് റൈസ് ഇല്ലേ, ബോൾഡ് റൈസാണ് ഇവിടെയുള്ള ആളുകളും യൂസ് ചെയ്യുന്നത് കണ്ടോ. അപ്പം അതും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഇവിടെയുണ്ട് കേട്ടോ. ശരിക്കും പെട്ടെന്ന് ഈ ഒരു ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാണുമ്പോൾ നമ്മളുടെ ഈ ഒരു പഴയ സിനിമകളുടെയൊക്കെ പ്രധാനമായിട്ടും തല്ലൊക്കെ നടക്കുന്ന സീനൊക്കെ സ്റ്റണ്ട് സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റിട്ടേക്കുന്ന പോലത്തെ ഇതില്ലേ, ശരിക്കും അതേപോലെ തന്നെയുള്ളൊരു ചന്തയാണ്. എല്ലാം താൽക്കാലികമായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. A to Z സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. അത് ഡ്രസ്സ്, അതുപോലെ തന്നെ പച്ചക്കറി, പിന്നെ അരി, പിന്നെ ഇറച്ചി സാധനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഇതുണ്ടോ ഇതെല്ലാം ഇവിടുത്തെ ഡ്രസ്സ് ഐറ്റംസ് ആണ് കേട്ടോ. ഇത് പിന്നെ കമ്മൽ, വള, മാല, അതുപോലുള്ള കോസ്മെറ്റിക് ഐറ്റംസ്. ഇവിടെ പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ പന്നിയിറച്ചി അങ്ങനെയുള്ള സാധനങ്ങൾ, ഇറച്ചി ഐറ്റംസ് ഒക്കെ കിട്ടുന്നതാണ്. ആൾക്കാരെല്ലാം അത്ഭുതത്തോടെ എന്നെ നോക്കുന്നുണ്ട് കാരണം വീഡിയോ ഒക്കെ എടുക്കുന്ന വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു ഇവിടുത്തെ പുഴകളിൽ നിന്ന് അതുപോലെ തന്നെ ഈ കണ്ടോക്കിൽ അങ്ങനെയുള്ള വെള്ളക്കെട്ടുകളിൽ നിന്നൊക്കെ മീൻ പിടിക്കുന്ന പരിപാടിയുണ്ട് ഇവർക്ക്. അപ്പം വലയുടെ ഇഷ്ടം പോലെ ഇത് ഇവിടെയും കാണാൻ കേട്ടോ. അങ്ങനെയുള്ള വല വിൽക്കുന്ന കേന്ദ്രങ്ങളാണ്. അതുകൂടാതെ കൃഷിപ്പണിക്കൊക്കെ വേണ്ടിയുള്ള ഈ ഒരു ആയുധങ്ങൾ, കൃഷി ആയുധങ്ങൾ വിൽക്കുന്ന സാധനവും നമുക്കിത് ഇവിടെ കാണാം. പിന്നെ ചൂല് പോലുള്ള അങ്ങനെയുള്ള ഐറ്റംസ്. അതുകൂടാതെ ഉണ്ടല്ലോ ഈ കാട്ടിലുള്ള ചെറിയ കിളികളെയും മറ്റും പിടിക്കാനുള്ള തെറ്റാലിയില്ലേ, തെറ്റാലി സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് അടുത്തായിട്ട് തന്നെ കാടുമുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ നിങ്ങൾ ആ ഒരു പഴയ ശൈലിയിലുള്ള നമ്മളുടെ ആ ഒരു പുല്ലൊക്കെ മേഞ്ഞിട്ടുള്ളൊരു ചായക്കട. ആ ഒരു ചായക്കടേൻ്റെ ഉള്ളിൽ നല്ല ഫ്രൈ ഐറ്റംസ് ഇതാ ഒരുപാട് സാധനങ്ങൾ അവരങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നൈസാണ്. ഇവിടെ എല്ലാം അതുപോലുള്ള കുക്കിങ്ങിൻ്റെ ഐറ്റംസാണ്. ഈ ഒരു പോർഷനിലോട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ പച്ചക്കറികൾ പ്രധാനമായിട്ട് ഉരുളക്കിഴങ്ങും ഉള്ളിയാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരാഴ്ചത്തേക്ക് വേണ്ട സാധനങ്ങൾ ഇതുപോലെയുള്ള ചന്തകളിൽ വന്നിട്ട് വാങ്ങുക, അതിനുശേഷം അടുത്ത ആഴ്ച വീണ്ടും വാങ്ങുക. അങ്ങനെയാണ്. ഒരുപാട് സാധനം വാങ്ങി ഇത് ചെയ്യുന്ന പരിപാടിയൊന്നും ഇവിടെ ഉള്ളവർക്കില്ല. എന്നുണ്ട് ഇതെല്ലാം ഇവിടുത്തെ ഈ ഒരു ഇലവർഗ്ഗങ്ങൾ ഐറ്റംസാണ് കേട്ടോ. നമ്മൾ കാണാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ചീരകളും മറ്റുമൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇതെന്ത് കായത് ബംഗൂറ തെലുങ്കിൽ ബംഗൂറ എന്നാണ് അച്ഛൻ ബംഗൂറ എന്നാണ് കേട്ടോ എൻ്റെ പേര് പറഞ്ഞത്. പുളിയുള്ള ചമ്മന്തി ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് കായാണ്. ഇതിൻ്റെ ഇപ്പം ഇരിക്കുന്ന വാഴക്കുമ്പാണ് കേട്ടോ. നൈസ്.
പിന്നെ ഒരു സെക്ഷൻ മുഴുവനായിട്ടുണ്ടല്ലോ മീനാണ്, നമ്മളുടെ ഫ്രഷ്. ഇവിടെ ഈ കടൽ മത്സ്യങ്ങളെക്കാളും കൂടുതൽ ഈ ഒരു നമ്മളുടെ ശുദ്ധജല മത്സ്യങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പോൾ അതാണ്. പിന്നെ ഒരു സെക്ഷനിൽ ഉണക്കമീനുകളാണ് കേട്ടോ. ഇതുണ്ട് നല്ല മീനുകൾ ഉണങ്ങി സെറ്റാക്കിയത്. നമ്മൾ റോട്ടിൽ നോക്കുമ്പോൾ അത്ര വിശാലത ഇല്ലെങ്കിലും ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ പല അട്ടിയായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. നമുക്ക് അതിലൂടെയെല്ലാം ഇങ്ങനെ കറങ്ങി വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. വിശാലമായിട്ടുള്ള മാർക്കറ്റ്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു ഈ നാടൻ കള്ള് പോലെ ഈ പനയെന്നുണ്ടാക്കുന്ന ഒരു ടൈപ്പ് കള്ളുണ്ട്. അപ്പം ആ ഒരു കള്ള് കൊടുക്കുന്ന സ്ഥലമേ ഇതുണ്ടല്ലോ. റോഡ് സൈഡിലൊക്കെ ശരിക്കും നമുക്കിങ്ങനെ ഈ ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ ഇരുന്ന് വെക്കുന്നത് കാണാൻ പറ്റുക. അപ്പം അങ്ങനെയുള്ളൊരു കേന്ദ്രമാണിത്. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ലൈവ് കുക്കിംഗ് കേന്ദ്രമാണ്. അതായത് നമ്മൾ അവിടെ നിന്ന് മീനൊക്കെ പന്നി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ചേട്ടൻ ലൈവായിട്ട് കറിയാക്കി തരും. അതുപോലുള്ള കടകൾ ഇത് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കാണാം. ഇതെല്ലാം നമുക്ക് ഇന്ന് തന്നെ ഇപ്പം തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമ്മുടെ കള്ള് മറ്റേ സാധനം കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഒരു കവറിൽ കെട്ടിയിട്ട് അത് ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേങ്കിൽ ഇതുപോലൊരു സാധനം ആസാമിൽ പോയ സമയത്ത് അവരിങ്ങനെ ഈ എന്താ പറയുക റൈസ് വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഇടുന്ന ഒരു മരുന്ന് ഇങ്ങനത്തെ ഉള്ള സാധനമായിരുന്നു, ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട്. അത് തന്നെ ആയിരിക്കണം മേ ബി. ഇതാ ഇവിടെ മാർക്കറ്റിൽ നിന്ന് കച്ചവടമാക്കിയ കോഴീനെ കൊണ്ടൊക്കെ ഒരു ചേട്ടൻ പോകുന്ന കാഴ്ച. അതിൻ്റെ തൊട്ടിപ്പുറയായിട്ട് ചെറിയ ഗ്ലാസ്സിൽ ഇത് ഉണ്ടെങ്കിൽ ഇത് ചായക്കട അല്ല, ഇത് വന്നിട്ട് ഈ മഹുവയം കൊണ്ടുണ്ടാക്കിയേക്കുന്ന മദ്യം കൊടുക്കുന്ന ഷോപ്പുകളാണ് കേട്ടോ. ഇനിയൊരു സെക്ഷൻ ഉണ്ടല്ലോ മുഴുവൻ ഡ്രസ്സ് ഐറ്റംസ് ആണ്. ഞാൻ നേരത്തെ നിങ്ങൾ ആ ഒരു കോഴീനെ കാണിച്ചില്ലേ? എന്തേ ആ ഒരു കോഴിയില്ലേ, ആ ഒരു കോഴി എന്ന് പറഞ്ഞത് ശരിക്കും വിൽക്കാൻ കൊണ്ടുവന്ന കോഴിയല്ല കേട്ടോ. ഇവിടെ ഈ പന്തയം വെച്ചിട്ട് കോഴിപ്പോരുണ്ടാവും. അങ്ങനെ കോഴിപ്പോരിന് വന്ന് വിജയിച്ച കോഴീനെയാണ് കേട്ടോ അവർ പൊക്കിക്കൊണ്ട് പോയത്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് അവിടെയായിട്ട് ആ ഒരു വെള്ള ഇതിലൊക്കെ കെട്ടിയേക്കുന്നത് അതെല്ലാം യോദ്ധാക്കളാണ്, വിശ്രമത്തിലാണ്. ഇനി ആരെങ്കിലുമൊക്കെ ഇതുണ്ട് ആ ഒരു ചേട്ടൻ്റെയൊക്കെ കയ്യിൽ കോഴീനെ കണ്ടില്ല, ഒക്കെ പോരിന് കൊണ്ടുവന്ന കോഴിയാണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും കോഴിപ്പോര് ഇവിടെ സംഭവിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതുണ്ട് ഇവിടെ ചേട്ടന്മാർ അവരുടെ എന്തെല്ലോ വാദ്യ ഉപകരണങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. ഇവരുടെ കലാപരിപാടികൾ പാട്ട് പോലത്തെ പരിപാടികളൊക്കെ ഉണ്ടാവേ, അപ്പോൾ പൈസയൊക്കെ വാങ്ങിയിട്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ്. കണ്ടോ ചേട്ടങ്ങൾ, അത് കുറേ ആൾക്കാരുണ്ടല്ലോ. ഇത് ചെറിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. കണ്ടങ്ങൾ ഇവിടെ എല്ലാം ഒരുപാട് യോദ്ധാക്കളുണ്ട് കേട്ടോ. എല്ലാവരും ഇതാ പോരാളിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ആരുമില്ലേ എന്ന് ചോദിക്കുന്നത്. ഇതാ അവിടെ കൊത്തു തുടങ്ങി കേട്ടോ. ഇതാ യെസ്, കണ്ടങ്ങൾ ഇങ്ങനെയാണ് കൊത്ത് നടക്കുക. പക്ഷെ ഇത് ജസ്റ്റ് പ്രാക്ടീസാണ്, വരുന്ന ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. ഒറിജിനൽ കൊത്തല്ല. ഇതാ അവിടെ ഉണ്ട്, ഇതാ മോനെ കൊത്ത്, ഒറിജിനൽ കോഴിപ്പോര്. ആ വെള്ളക്കോഴി ആ ചേട്ടനാണ് കേട്ടോ. ആ ചേട്ടൻ കറക്റ്റായിട്ട് വിളിക്കുന്ന സമയത്ത് ഓടി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവർ കാണിക്കുന്ന ഒറിജിനൽ കൊത്തല്ല, ഈ വരുന്ന ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള മറ്റേ എന്താ പറയുക ഒരു മോഡൽ പരിപാടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഒറിജിനൽ കൊത്താണ് തകർക്കുക. ഓ മൈ ഗോഡ്, അടുത്ത കൊത്ത് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും വരുന്ന ആൾക്കാരെ ആകർഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ ഒറിജിനലായിട്ട് കൊത്തുന്ന സമയത്ത് ഈ കോഴിയുടെ വിരളിൻ്റെ അകത്ത് വിൽക്കാൻ വെക്കുന്നതല്ലേ, അത് നല്ല പോലുള്ള കോഴിനെ നോക്കി വിൽക്കുന്നതാണ് കേട്ടോ. വിരളിൽ വന്നിട്ട് ബ്ലേഡ് വെക്കും, എന്നിട്ട് ഈ ഒരു കോഴി എന്തായാലും കൊത്തിയിട്ട് ചത്തുപോകും. ആ ഒരു രീതിയിലാണ് കോഴിപ്പോര് കേട്ടോ. രണ്ടും പോരാളികളാണ്. കടലുകൾ എൻ്റെ പൊന്നോ, കൊത്ത് കിട്ടും എനിക്ക്.
पास है, अच्छा, उधर सब बनेगा, उधर लड़ाई करेगा। आपका नाम क्या है भैया? दीवान हंसदा। ओके, अब कितना साल से कुकड़ा से ये? ऐसा कुछ नहीं है, हाँ। साल से नहीं, हमारा इधर मतलब बहुत पुराना रिवाज है ये। अच्छा, ये ऐसे इसका कीमत होगा 1000-1200 रुपया। कीमत रही, कोई लड़ाई करता देता है, कोई जीतता है, कोई लड़ाई। വർഷങ്ങളായിട്ട് ഈ ഒരു കോഴിപ്പോരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ചേട്ടനാണ് കേട്ടോ ഇത്. ശരിക്കും ഉണ്ടല്ലോ, യഥാർത്ഥമായിട്ടുള്ള ഫൈറ്റ് രാവിലെയാണ് ഉണ്ടാവുക കേട്ടോ, അതിരാവിലെയാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞു പോയി എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പറഞ്ഞിട്ട് വരും കുക്കട ഫൈറ്റ് നേരിട്ട് കാണണമെങ്കിൽ. അങ്ങനെ ഒഡീഷയുടെ എത്താൻ അത് മാർക്കറ്റിൻ്റെ കാഴ്ചകളും വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ വസ്തുക്കളുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വൈകിട്ടോടു കൂടി നമ്മൾ തിരിച്ച് ബാലസോറിലേക്ക് വന്നെത്തി. വൈകുന്നേരം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ബാലസോറിൻ്റെ ഈ ഒരു ആകാശം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല കളർഫുള്ളായിട്ട്. നമ്മൾ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. വൈകുന്നേരം ഇതിലെ ഇങ്ങനെ പുറത്തുകൂടിയൊക്കെ വെറുതെ ഇറങ്ങി കറങ്ങി നടക്കുക എന്നുള്ളതൊരു രസമാണ് കേട്ടോ. ആ ഒരു നടത്തത്തിൻ്റെ കൂട്ടത്തിൽ ഇവിടെയുള്ള ഓരോ ഭാഗങ്ങളിലും ഈ ഒരു പൂജയ്ക്ക് വേണ്ട പന്തലുകൾ ഒരുങ്ങി തുടങ്ങിയതും അതിൻ്റെ ലൈറ്റപ്പുകൾ നടക്കുന്നതൊക്കെ കാഴ്ചകൾ കാണാം. അങ്ങനെ രാത്രിയോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ബാലസോർ ടൗണിലേക്ക് കൂടി ഇറങ്ങി. എന്തിനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ലൈറ്റപ്പൊക്കെ ചെയ്തേക്കുന്ന കാഴ്ചകൾ കാണാനായിട്ട് കേട്ടോ. ശരിക്കും ഇന്ത്യയിൽ ഈ ഒരു പൂജയുടെ കാഴ്ച കാണണമെങ്കിൽ അത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലേക്ക് നമുക്ക് പോകണം. അവിടെയാണ് കേട്ടോ ഈ ഒരു പൂജാ ആഘോഷം അതിഗംഭീരമായിട്ട് നടക്കുന്ന ഒരിടവേ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.